ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് കള്ളത്തരങ്ങളുടെ ചീട്ട് കൊട്ടാരം കൊണ്ട് കാർത്തിക പണിഞ്ഞ ആ കൊട്ടാരം ഇതാ സത്യഭാമയുടെ കാൽ കീഴിൽ കാർത്തിക അടിയറോ പറയേണ്ട അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ ശാലിനി കാർത്തിക അടിയറോ പറഞ്ഞിരിപ്പിക്കുകയാണ് ഈ എപ്പിസോഡിനകത്ത്. അത് കൂടാതെ നമ്മുടെ രാഘവേട്ടനും എല്ലാവരും ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം എന്ന അവസ്ഥയിൽ വരെ എത്തുന്നതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാൻ പ്രസ് ചെയ്ത് കമൻസും ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ടാവും. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം നമ്മൾ ശാലിനിയുടെ ആക്ഷനാണ്. ശാലിനി ചോദിക്കുന്ന സത്യാമ്മയുടെ മുന്നിനകത്ത് സത്യാമ്മ പറഞ്ഞില്ലേ ഇപ്പോഴാണ് ഇവൾ മരുമകളെന്ന കാര്യം. പക്ഷേ ഇവൾ നിങ്ങളുടെ മരുമകളായി വരുന്നതിന് മുന്നേ വരെ ഇവൾ എവിടെയായും താമസിച്ചു, ഇവൾക്കൊരു അച്ഛനില്ലേ, ഒരു അമ്മയില്ലേ, ഇവളുടെ നാട് ഏതാണ്, ഊരേതാണ്, അതൊക്കെ ഒന്ന് ചോദിക്കുക. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ കാർത്തിക വരണം നിൽക്കുക. കാരണം തൊട്ട് മുന്നിൽ നിൽക്കുന്ന അച്ഛനും അമ്മയാണ്, സത്യാമ്മയും നടുക്ക്. അപ്പോൾ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുമ്പോൾ എന്ത് പറയണം, കള്ളത്തരങ്ങൾ പൊട്ടിപ്പോവോ എന്നറിയാതെ പേടിക്കാത്ത ഒരറ്റം കാർത്തിക നിൽക്കുന്നു. ശാലിനിയുടെ വിരട്ടിൽ കാർത്തിക നല്ലപോലെ വരണ്ട് പോയി നിൽക്കുവാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് സത്യഭാമ കയറി ഇടപെട്ട് പറയുക, നീ എന്തോ ഈ കാണിക്കുന്നത്? അതിന് കാർത്തിക പറഞ്ഞിട്ടില്ലേ അവൾക്ക് ആരും ഇല്ലാത്ത അവളൊരു അനാഥയാണ്, പിന്നെ അവൾക്ക് എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ വരുന്നത്? നീ ഇവിടെ നിന്ന് കൂടുതൽ വിളിച്ചെടുക്കാതെ ഈ വന്നവരെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്. അപ്പോൾ ഈ നിൽക്കുന്നവരോ സത്യാമ്മ ഇവരാരാ? അപ്പോൾ ഷാനോട് സത്യം പറയുക, അത് എനിക്കെങ്ങനെ അറിയാം? നാട്ടിൽ വരുന്നതും പോകുന്നതും വഴി പോകുന്നവരൊക്കെ അവർ ഊരും പേരും അഡ്രസ്സ് അന്വേഷിച്ച് വയ്ക്കുന്നതല്ല ഈ സത്യഭാമയുടെ പണി. എനിക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ല. ശാലിനി നീ ഇവിടെ നിന്ന് കൂടുതൽ വിളിച്ചെടുക്കാതെ നീ വന്നവരെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം നോക്ക്. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ സത്യാമ്മ, മിനിമം കൂടെ നിൽക്കുന്നവരാരാണ്, ഒന്നുമില്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആ കാര്യമൊക്കെ അറിയണ്ടേ? പ്രത്യേകിച്ച് ആൾമാറാട്ടം നടത്തുന്ന കാര്യത്തിനെക്കുറിച്ച് നല്ലപോലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യമൊക്കെ അന്വേഷിച്ച് വേണ്ടേ സത്യാമ്മയെ കൂടെ നിർത്താൻ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സത്യാമ്മയ്ക്ക് ഇതൊക്കെ എന്താണ് ഒരു പന്തികേടങ്ങ് ഫീൽ ചെയ്യോ, എന്തൊക്കെയൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിക്കകത്ത് സത്യഭാമ ആണെങ്കിൽ കാർത്തിക രൂക്ഷമായിട്ട് അങ്ങ് നോക്കും കേട്ടോ. അപ്പം കാർത്തിക ഇങ്ങനെ നോക്കുന്നെങ്കിലും നമ്മുടെ രാഘവേട്ട അകത്ത് ചോദിക്കും, മോളെ മോളെ നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്ന, ആൾമാറാട്ടം നടത്തിയെന്നോ? ആരാൾമാറാട്ടം നടത്തി? അപ്പം ഷാനി പറയാം, അതെ ആ നിൽക്കുന്ന ഈ കാർത്തികയോട് ചോദിക്കച്ചാ, അവളോടല്ലേ ചോദിക്കേണ്ടത്, അവൾക്കറിയാം. അപ്പോഴത്തേക്കും കാർത്തികയുടെ കാര്യത്തിനകത്ത് ആൾമാറാട്ടം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടന് ഭയങ്കര ടെൻഷനാവുന്നു. കാരണം ആൾമാറാട്ടൊക്കെ നടത്തിയെന്നോ രീതിക്കകത്തൊരു പീടി. അപ്പോൾ സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാതെ. അപ്പോൾ ഷാനി പറയുന്നുണ്ട്, അത് ഇവക്കെ അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സത്യാമ്മയല്ലേ ഇപ്പം പറഞ്ഞത് തൻ്റെ വീടിൻ്റെ വാതിൽ താൻ ഇവളെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ് വീടിൻ്റെ പൂമുഖം തുറന്നു കൊടുത്തതെന്ന്. അപ്പോൾ സത്യാമ്മയ്ക്കും കൂടെ അവൾ പറഞ്ഞു കൊടുക്കട്ടെ ഈ നിൽക്കുന്നവർ ആരൊക്കെയാന്നുള്ള കാര്യം പറ കാർത്തിക, ഈ നിൽക്കുന്നവരെ നിനക്ക് അറിയാവുന്നുള്ള കാര്യം പറ. സത്യാമ്മ അങ്ങോട്ട് ചോദിക്കണം, ഈ നിൽക്കുന്നവരെ ഇവർക്ക് അറിയാവുന്നുള്ള കാര്യം അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവൾ പറയുമല്ലോ അവൾക്ക് അറിയാവോ ഇല്ലയോ എന്നുള്ള കാര്യം. ചോദിക്കണം സത്യമേ, എസ് ഓർ നോ എന്ന ഒറ്റ അക്ഷരം അവൾ പറഞ്ഞാൽ മതി. ഇവരെ അറിയത്തില്ല. അത് ചോദിക്കുന്ന അറിയുമ്പോൾ സത്യമ ചോദിക്കോ, കാർത്തികേ പറ ഇവരെന്തിനൊക്കെ അറിയോ? അങ്ങനെ കാർത്തികനെ വരണ്ട് നിൽക്കോ അറിയാവുന്നോ? അപ്പോഴത്തേക്കും കാർത്തികയുടെ അമ്മയാണെങ്കിൽ മോളെ പറ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും കാർത്തികയുടെ അച്ഛൻ അങ്ങ് തടഞ്ഞെത്തോ, നീ അവിടെ നിൽക്ക്, അവൾ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എന്താണ്, നീ പറ മോളെ നീ പറ എന്നൊക്കെ കാർത്തികയുടെ അമ്മയോട് നിന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട് എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സത്യാമ്മ അങ്ങ് ഷോക്കായി നിൽക്കുക. അപ്പം സത്യാമ്മയുടെ മുന്നിൽ അടുത്ത ഷാനി അറിയാം, എങ്ങനെ അറിയാമെന്നും കൂടെ ചോദിക്കും സത്യാമ്മേ. അപ്പോഴത്തേക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക ബബ്ബ അടിച്ച് നിൽക്കുവാണ്. അപ്പം കാർത്തിക ഒന്നും പറയാൻ വയ്യ, അമ്മയാണെന്ന് അച്ഛനാണെന്ന് പോലും വായിൽ നിന്ന് അവളുടെ വായിൽ നിന്ന് വീഴുന്ന പോലുമില്ല, അത്രയ്ക്ക് അഹങ്കാരം പ്രതിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ് അവൾ. അല്ലേ ശാനി പറയാം, പറയടി നിനക്ക് ഇവർ എങ്ങനെ അറിയാമെന്നും കൂടെ പറഞ്ഞുകൂടി സത്യാമ്മയ്ക്ക് അതും കൂടെ പറഞ്ഞു കൊടുക്ക്. അപ്പം കാർത്തികയാണെങ്കിൽ അത് പിന്നെ സത്യാമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കാർത്തികയുടെ അമ്മ പറയാം, മോളെ പറ മോളെ ഞങ്ങൾ നിൻ്റെ ആരാ നീ അവരോട് പറ എന്ന് പറയുമ്പോഴത്തേക്ക് കാർത്തികയ്ക്കാണെങ്കിൽ അമ്മയുടെ സങ്കടം കണ്ടു പോലും ഒന്നും പറയണമെന്നില്ല. അച്ഛനാണെങ്കിൽ ഒരു വാശിക്ക് തന്നെ അമ്മയെ പിടിച്ചു വെച്ചിരിക്കും, അങ്ങോട്ടേക്ക് അടുത്തേക്ക് പോകണ്ട, അവൾ തന്നെ പറയട്ടെ എന്നുള്ള രീതി. അപ്പോൾ ലാസ്റ്റ് ശാലിനി പറയുന്നുണ്ട്, പറയട്ടെ അങ്ങ് പറഞ്ഞു കൊടുക്ക്, ഈ നിൽക്കുന്ന നിന്നെ നൊന്ത് പ്രസവിച്ച നിൻ്റെ സ്വന്തം അമ്മയാണെന്ന്, കൂടെ നിൽക്കുന്ന നിൻ്റെ അച്ഛനാന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അത് കേട്ട് കാർത്തിക അതുപോലെ തന്നെ മറ്റ് നിൽക്കുന്ന എല്ലാവരും, അതായത് വിഷ്ണു ആവട്ടെ രാഘവേട്ടനാവട്ടെ ശ്യാമ എല്ലാവരും അങ്ങ് ഭയങ്കര ഞെട്ടി നിൽക്കുക, ഷോക്ക് അടിച്ച പോലെ. കാരണം ഇത്രയും ഒരു കള്ളത്തരമാണ് ഇവൾ ഒളിപ്പിച്ച് വെച്ചെന്നുള്ള രീതിക്കകത്ത് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഈ നേരം കൊണ്ട് മോളുടെ വായിന്ന് ഒരു അക്ഷരം വീഴാതെ എന്നപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമായി. അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുമോ, ഇതിനാണോടി മാഡം ഇനി അവൾ പറയണ്ട മാഡം, അവൾ ഇനി ആരാ എന്താണെന്നൊന്നും പറയണ്ട, കാരണം ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും കാലം അവളെ എന്താണ് ജനിപ്പിച്ചതും വളർത്തിയതും കരയൊക്കെ? ഈ ഒരു മോക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വീട്ടിൽ കിടന്ന് നെഞ്ചും തല്ലി കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയിട്ടാണോ? എന്തിനാണോ നീ ഇതൊക്കെ ചെയ്യാൻ പോയത്? ഇവളെ തന്നെ നീ നിൻ്റെ വയറ്റിൽ തന്നെ പ്രസവിച്ചത് തന്നെയാണോ ഇവളെ? ഇങ്ങനെ ആയിപ്പോയത് ഇവക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നാട് നീളെ ഇവൾ എവിടാ പോയെന്ന് പറഞ്ഞ് രാവും പകലും തേടി നടന്നതും കാര്യങ്ങളൊക്കെ ഇവൾ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. ഇനി അവൾ പറയണ്ട മാഡം, എനിക്ക് തൃപ്തിയായി. കാരണം ഇവളെ ഇവ ചെരുപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടം വരെ ഓടി വന്ന് ഒരു കാണാൻ വന്നപ്പോഴത്തേക്ക് അവൾക്ക് നമ്മൾ അറിയത്തില്ല പോലും, അവൾ അങ്ങനെ നിൽക്കുമല്ലേ, അവൾക്ക് നമ്മൾ അറിയത്തില്ല എന്നുള്ള ഭാവത്തിനകത്ത് ഇത് കാണാനും കേൾക്കാനാണ് നമ്മൾ ഇവിടം വരെ ഓടി വന്ന് എത്തിയത്. ഇതിന് വേണ്ടാണോ? ഇടി നീ സത്യത്തിൽ ഇവളെ നിൻ്റെ വയറ്റിൽ തന്നെ 10 മാസം ചുമന്ന് പെറ്റത് തന്നെയാണോ ഇവൾ നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി? നമുക്കിനി ഇങ്ങനെ ഒരു മോളില്ല, നമ്മൾ ഇവിടെ വന്നിട്ടില്ല, നമുക്കിവളെ അറിയത്തില്ല, നമ്മളിങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഇനി ഇവിടെ നിന്ന് നാണം കെട്ട ശൈലജ വാ നമുക്ക് പോവാം, ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു മോളില്ല എന്നിട്ട് അച്ഛൻ എന്താണ് അമ്മയും കൊണ്ട് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഇവളങ്ങ് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് നമുക്ക് ഇവൾ വിട്ട് കളയാൻ പറ്റുമോ? അമ്മയ്ക്ക് അത്രയ്ക്ക് ദേഷ്യം. അങ്ങനെ അമ്മ ദേഷ്യത്തിന് നേരെ വന്നിട്ട് ഇവളങ്ങ് അടിക്കുവാണ്.
നമ്മൾ സത്യഭാമയുടെ മുന്നിൽ വെച്ചിട്ട് നേരെ കാർത്തികയുടെ കൈയും പിടിച്ചിട്ട് എന്തിനാണ് ഞങ്ങളോട് നീ ഈ ചതി ചെയ്തത്, നീ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചിട്ട് നേരെ കാർത്തിക ഒറ്റൊരു വീക്ക് വെച്ച് കൊടുക്കും. അപ്പം കാർത്തിക എന്താണ്, അയ്യോ അമ്മ എന്നെ അടിക്കല്ലേ അമ്മ, എന്നെ വിടുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയെന്നൊക്കെ വിളിക്കുന്നതായിട്ട് സത്യഭാമ ഇവിടെ അന്തം വിട്ട് നിൽക്കും. അമ്മയെന്നോ എടി, ഞങ്ങൾ വയറ് മുറുക്കി കെട്ടിയും പട്ടിണി കിടന്ന് നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാനാന്നോ? അപ്പം നിന്നെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തി കൊഞ്ചിച്ച് ലാളിച്ച് ഒക്കെ രീതിക്കത് നോക്കിയിട്ടും നീ ഒരു മണിമാളി കണ്ടപ്പോൾ നിനക്ക് ഞങ്ങൾ ആരാന്ന് അറിയത്തില്ല. ഇത്ര ദാരിദ്ര്യത്തിനകത്ത് നിന്ന് നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി അച്ഛനും അമ്മയും നിനക്ക് അറിയത്തില്ല. നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ നിന്നെ ഞാൻ പെറ്റത്? നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ ഒരു 10 മാസം കിടന്നത്? നീ എന്നോട് എന്തിനാണ് ഒക്കെ കാണിച്ചത്? ഡീ, നിന്നെ ഞാൻ കൊല്ലൂടി, നിന്നെ ഞാൻ വിടത്തില്ലടി. ഇങ്ങനത്തെ ഒരു മകൾ ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനത്തെ ഒരു മകൾ ഉള്ളതിനേക്കാൾ നല്ലത് എന്തിനാ, ഞങ്ങളുടെ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ എന്നൊക്കെ വന്നിട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് കാത്തേക്കോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് മാറി മാറി ഓരോ വീക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ സത്യഭാമ ലാസ്റ്റ് കയറി ഇടപെട്ടെന്നാണ് അങ്ങ് പിടിച്ചു മാറ്റുക. കാരണം ഈ അടി കിട്ടുന്നതിൻ്റെയൊക്കെ ഇടയ്ക്കകത്ത് കാത്തിക്കുന്ന അമ്മയെന്നൊക്കെ വിളിക്കുന്നില്ല. അപ്പോൾ അമ്മയെന്ന് വിളിക്കുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് അതാണ് സ്ട്രൈക്കിംഗ് പോയിന്റ്. സത്യഭാമ നേരെ ഈ കാർത്തികയുടെ അമ്മയെ പിടിച്ച് മാറ്റിയിട്ട് നീ ഇപ്പോൾ ഇവരെന്തോ വിളിച്ചത് എന്ന് കാർത്തികയോട് ചോദിക്കുമ്പോൾ കാർത്തികയ്ക്ക് അപ്പോഴാണ് ഒരു ബോധോദയം വരുന്നത്. താൻ അമ്മയെന്ന് വിളിച്ചു പോയല്ലോ. അപ്പോഴത്തേക്കും കാർത്തികയുടെ സംശയിക്കേണ്ട, അമ്മ എന്ന് തന്നെ വിളിച്ചത്, അല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അവളെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. അവളെ 10 മാസം പ്രസവിച്ച് അവളെ ജനിപ്പിച്ച അമ്മയാണ് ഞാൻ, ആ നിൽക്കുന്ന അവളുടെ അച്ഛനും. അപ്പം പിന്നെ ഞങ്ങളെ വേറെ എന്താ അവൾ വിളിക്കേണ്ടത്? നിങ്ങളെ കണ്ടപ്പോൾ അവൾ നിങ്ങളോട് എന്താ കള്ളത്തരം പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവളെ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അച്ഛൻ പറയുന്നുണ്ട്, ഇവളെ ഞങ്ങളുടെ മകൾ തന്നെയാണ്, നിങ്ങൾ ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവളെന്നൊരു മകളെ ജനിപ്പിച്ചതിൻ്റെ പേര് നാണം കെട്ട് ഞാനെന്ന അച്ഛനും അമ്മയും കൂടെ ചെന്നിട്ട് ജീവിതം പോലെ അവസാനിപ്പിക്കാൻ പോയി ഒരു മകളെ പെറ്റ അച്ഛനും അമ്മ തന്നെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൂടെ പറയുമ്പോഴത്തേക്കും കാർത്തിക്ക് നേരെ തന്നെ സത്യം വയ്ക്കും. അപ്പം എടി, നീ ഇത്രയും നാൾ ഞങ്ങളൊക്കെ പറഞ്ഞ് കളിപ്പിക്കുമെന്നല്ലേ, നീ പറഞ്ഞ മൊത്തം കള്ളത്തരമായിരുന്നു. അപ്പോഴത്തേക്കും ഷാൻ ഞങ്ങൾ നോക്കി രസിച്ച് ചിരിക്കുകയാണ്. കാരണം കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞല്ലോ ഇവിടെ എന്ന രീതിക്കത്. അപ്പം കാർത്തിക നിന്ന് ഉരുകി കരയുവാണ്. അപ്പോഴത്തേക്ക് അകത്ത് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഷോക്ക് അടിച്ചിരിക്കും. കാരണം ആരും ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയും വലിയ കള്ളത്തര ബാക്ക്ഗ്രൗണ്ടും കൊണ്ടാണ് കാർത്തിക വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടി നിൽക്കുക. അപ്പോഴത്തേക്കും എന്താണ് ശാലിക പറഞ്ഞു കൊടുക്കണം കാർത്തികയെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കാർത്തിക ഒന്നുമില്ല. അപ്പോഴത്തേക്ക് നേരെ സത്യമാണ്, വിഷ്ണു എന്തുകൂടെ ഈ കേൾക്കുന്നൊക്കെ. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, അമ്മ കേട്ടതൊക്കെ തന്നെ കാര്യങ്ങൾ, ബാക്കി എന്തൊക്കെയാണെന്നുള്ള കാര്യം അവളോട് തന്നെ ചോദിച്ചാൽ മതി, അവൾ ബാക്കി കഥകളൊക്കെ പറയുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാലിക പറയും, പറഞ്ഞു കൊടുക്കണം കാർത്തികയെ ബാക്കി കഥകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം, സത്യാമ്മ അറിയട്ടെ കഥകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിയുടെ മുന്നിൽ തോറ്റുപോയെന്നൊരു വാശിക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങ് നിൽക്കുവാണ് കാർത്തിക. നീ ബാക്കി കഥകളൊക്കെ പറയണം, സത്യാമ്മയ്ക്ക് എല്ലാ കാര്യം മനസ്സിലാവേണ്ടതൊക്കെ ശാലിനി എന്താണ് ആവർത്തിച്ച് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇവളെന്താണ് സത്യഭാമയുടെ കാലിലങ്ങ് വീടോ. അതിന് മുന്നേ ഷാനി പറയുന്നുണ്ട്, എല്ലാ ആൾമാറാട്ടം തന്നെയാണ് സത്യാമ്മേ, ആ ആൾമാറാട്ടം നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങളും കൂടെ അതിൻ്റെ കൂടെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, അതിന് അപ്പുറത്തോട്ടേക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഈ സത്യഭാമയെ വീഴ്ത്താനായി നേരെ സത്യഭാമയുടെ കാലിലങ്ങ് കെട്ടിപ്പിടിച്ച്, സത്യാമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയത്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കയ്യബദ്ധം എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ പറയും, അച്ഛനും അമ്മ ഇല്ല എന്ന് പറയുന്ന അച്ഛനമ്മയുടെ കാര്യത്തിനകത്ത് കള്ളത്തരം പറയുന്ന ഒരു കയ്യബദ്ധം പറ്റുന്നോ, അത് തനിക്ക് പറ്റിയൊരു മണ്ടത്തരാന്നോ, ഇതെന്തോ ഭാമേ? എടി ഭാമേ, ഇവൾ കാണിച്ചിരുന്ന നമ്പർ 1 ഫ്രോഡ് ആൾമാറാട്ടമാണ്, ഇവളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. അപ്പോഴത്തേക്ക് രോഹിത് പറയാം, പോലീസിനെ വിളിക്കണം സത്യമായി, പോലീസിൻ്റെ കയ്യിൽ തന്നെ ഇവളെ ഏൽപ്പിക്കണം. അപ്പം എല്ലാം കൂടെ വിഷ്ണു ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്, അമ്മ അവൾ പറയും സത്യങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, ഈ വിധ കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവില്ല. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ദേഷ്യം, എടി അപ്പം നീ എന്നെയും എൻ്റെ കുടുംബത്തിനൊക്കെ ഇത്രയും നാൾ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ ചതിച്ച് വഞ്ചിച്ച് നിൽക്കുമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യഭാമ കാർത്തിക്ക് നേരെ ഉറഞ്ഞ് തുള്ളിക്കൊണ്ട് നിൽക്കുന്നതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ് സത്യമായി ചോദിക്കുമോ, എടാ നിന്നെ എന്തുകൂടെ തീരുമാനം എടുക്കേണ്ടത്? അപ്പം വിഷ്ണു പറയുന്നു, അമ്മയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ കേട്ട് ബോധ്യപ്പെട്ടില്ല, പിന്നെ ഈ നിൽക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, അപ്പം അമ്മയ്ക്ക് തന്നെ കേട്ട സത്യങ്ങൾ വെച്ചിട്ട് ഒരു ഉചിതമായ തീരുമാനം എടുക്കാന്ന് പറയുമ്പോൾ സത്യം പറയുന്നത്, ഇറങ്ങിക്കോണം കാർത്തിക്, ഇപ്പം നീ വീട്ടിൻ്റെ പടിയിൽ നിന്ന് ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഞാനായിരിക്കും നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ കാർത്തിക് എന്താണ് നേരെ വീണ്ടും കാല് പിടിക്കുക, സത്യാമ്മ എന്നോട് ക്ഷമിക്കണം, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ സത്യാമ്മ, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല സത്യാമ്മ, എല്ലാവർക്കും അഭയം കൊടുക്കുന്നില്ലേ, ഞാൻ 100 വട്ടം ഈ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യം വന്ന് സത്യാമ്മയോട് പറയാൻ ഞാൻ പലവട്ടം ശ്രമിച്ചത്, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. കാരണം സത്യാമ്മ എനിക്ക് തന്ന സ്നേഹം നഷ്ടപ്പെടുമോ, സത്യാമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ഞാൻ പറയാതെ നിന്ന്, പിന്നെ സത്യാമ്മയെ കണ്ടപ്പോൾ എനിക്കൊരു ആരാധന തോന്നി. കാരണം സത്യാമ്മയുടെ എന്താണ് ആ ഒരു പ്രൗഢിയും അതുപോലെ അതിൻ്റെ ഒപ്പം എന്നോട് കളങ്കമില്ലാതെ സത്യാമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ അതങ്ങ് ആഗ്രഹിച്ചു പോയി, ആ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ഇവിടെ അങ്ങ് നിന്ന് പോയത്. സത്യാമ്മ എല്ലാവർക്കും അഭയം കൊടുക്കുന്നില്ല, സത്യാമ്മ എന്നെ രക്ഷിക്കണം, എന്നെ പറഞ്ഞു വിടുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാനി വിഷയം, നിൻ്റെ കഥയൊക്കെ ഇതോടെ കഴിഞ്ഞു, നീ എത്രയൊക്കെ കാലം വെച്ചാലും ഇനി എന്തായാലും എന്താണ് നിൻ്റെ ലൈഫും വിഷ്ണുവേട്ടൻ ലൈഫും തമ്മിൽ ഒരിക്കലും ഒന്നാവാൻ പോകില്ല, ഷാനിയുടെ മനസ്സിൽ ചിന്തിക്കുവാണ്. അതേ കാല് പിടിച്ചിട്ട്, സത്യാമ്മ ഇവർ പറയുന്നൊന്നുമില്ല, എനിക്ക് ഇവരുടെ കൂടെ പോകണ്ട, കാരണം ഞാൻ ആഗ്രഹിച്ച പുരുഷനായിട്ടുള്ള കല്യാണം നടത്താതെ ഇവരിഷ്ടപ്പെട്ട ആരെ കൂടെ ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞ് ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇവരെ വിട്ടിട്ട് ഇറങ്ങി വന്നത്, ഞാൻ സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ അറിയാതെ പറഞ്ഞു പോയൊരു കള്ളത്തരം. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവൻ പറയും, ഭാമേ ഇവളെ നീ വിശ്വസിച്ചില്ല, ഒരു മഹാകള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ കൂടെ കുറച്ച് പുകഴ്ത്തലും കൂടെ ആയി അങ്ങോട്ടേക്ക് നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് സത്യഭാമ നിൽക്കുന്നതാണ് ഒരു ഭാഗം കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ആരും കാണാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ഒരു പാർട്ടായിട്ട് പറയാം കേട്ടോ.